കാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാനഭ്യുന്നതി, യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. മലയാളത്തിൻ്റെ ശ്രേഷ്ഠ കവി വള്ളത്തോളിൻ്റെ ഭാവനാത്മകമായ വരികളിൽ എൻ്റെ ഗുരുനാഥനായി ഉയർത്തിക്കാട്ടുന്ന ഓരോ ഭാരതീയൻ്റെയും മനസ്സിൽ കെടാവിളക്കായി ജ്വലിച്ചു നിൽക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിജിയുടെ, ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവിൻ്റെ, കുട്ടികൾക്ക് പ്രിയങ്കരനായിട്ടുള്ള ബാപ്പുജിയുടെ ജന്മദിനമായ ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനമായിട്ട് രാജ്യമൊട്ടുക്കും ആഘോഷിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ രാജ്യാന്തര അഹിംസാ ദിനമായും ഇന്നത്തെ ദിവസം കൊണ്ടാടുകയാണ്. ലോകത്തിന് മഹാത്മാവ് എന്ന പദം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് മാത്രമുള്ള പര്യായമോ അപരനാമധേയമോ ആണ്. ഗാന്ധിജിക്ക് ആ പേര് ഒന്നാമതായി നൽകിയ ഡോക്ടർ ആനി ബസന്റ് ആവട്ടെ, പിന്നീട് തൻ്റെ പ്രബന്ധങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ പ്രചുര പ്രചാരമാക്കി തീർത്ത ടാഗോറോ റോളണ്ടോ ആവട്ടെ, വെറുമൊരു പേരെന്ന നിലക്കായിരുന്നില്ല മഹാത്മാപദത്തെ എടുത്തു പെരുമാറിയത്. വിപുലമായ ഒരു ആർഷദർശനത്തെ ഉൾക്കൊള്ളുന്ന ഒരു ശബ്ദം എന്ന നിലയ്ക്കാണ് മഹാത്മാ എന്ന പദം ഉപയോഗിച്ചിരുന്നത്. ഗാന്ധിജി മഹാത്മാവാണ് എന്നതിനർത്ഥം ലോക സേവനത്തിലൂടെ സത്യസാക്ഷാത്കാരം ചെയ്ത ആൾ ആണ് അദ്ദേഹം എന്നാണ്. ലോകം മുഴുവൻ മഹാത്മാവ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജി മാത്രമാണ്. സത്യം, സ്നേഹം, അഹിംസ എന്നിവയിൽ ഊന്നിയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഏറ്റവും നീളമുള്ള രേഖയാണ് സത്യം. ഗാന്ധിജിയുടെ ബഹുമുഖമായ മഹാത്മ്യങ്ങളിലൊന്ന് സത്യത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കിയതായിരുന്നു. ഗാന്ധി മതത്തിന് മർമ്മമൊന്നേയുള്ളൂ, സത്യം. സത്യാനുഭൂതിയാണ് ഗാന്ധിജിക്ക് ജീവിത ലക്ഷ്യം. ഗാന്ധിജിയുടെ ജീവിതം സത്യാന്വേഷണ പരീക്ഷണങ്ങളായിരുന്നു. സത്യമല്ലാതെ അദ്ദേഹത്തിന് വേറെ ഈശ്വരനില്ല. ഈശ്വരൻ സർവോപരി സത്യമാണ്. കുറച്ചുകൂടി കടന്നു ചിന്തിച്ചാൽ സത്യമാണ് ഈശ്വരൻ എന്ന് പറയേണ്ടി വരും. ഓരോ മനുഷ്യ വ്യക്തിയുടെയും ഉള്ളിലുള്ള ശബ്ദമാണ് സത്യം. മനസ്സ് സത്യത്തിൻ്റെ സ്ഫുരണത്തിന് അനുകൂലമായി തീരാൻ ചില വ്രതങ്ങളിൽ നിഷ്ഠയുണ്ടായിരിക്കേണ്ടതാണ്. അഹിംസ, അസ്തേയം, ഇന്ദ്രിയ നിഗ്രഹം മുതലായവയാണ് ആ വ്രതങ്ങൾ. ഇതനുഷ്ഠിച്ച് ഭദ്രമായി തീർന്ന ആത്മാവുള്ള ഒരാൾക്ക് മാത്രമേ സത്യത്തിൻ്റെ ശബ്ദത്തെ കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സത്യപ്രേമിയും സ്നേഹവാനും ധീരനുമായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിന് അത്യന്തം ഉചിതമായിട്ടുള്ളൊരു പര്യായമുണ്ട്: സത്യാഗ്രഹം. സത്യനിഷ്ഠ എന്നാണ് അതിനർത്ഥം. സത്യാഗ്രഹം ഒരു സമൂഹത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുമ്പോൾ അതൊരു പ്രസ്ഥാനമായിട്ട് മാറുകയും അപ്പോൾ അതൊരു സമരതന്ത്രമായിട്ട് മാറുകയും ചെയ്യുകയാണ്. പല അവസരങ്ങളിൽ പല പേരുകളിൽ ഗാന്ധിജി ഇതിനെ വിളിച്ചിരുന്നു. ആദ്യം നിഷ്ക്രിയ പ്രതിരോധമെന്നും പിന്നീട് നിയമ ലംഘനമെന്നും അതിനുമപ്പുറത്ത് നിസ്സഹകരണമെന്നുമൊക്കെ. പക്ഷേ അന്ന് തൊട്ടിന്നോളം നിലനിന്നു പോന്ന ഒരേയൊരു പേര്, ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാരുടെ സമരകാലത്ത് മകൻലാൽ ഗാന്ധി പ്രകടിപ്പിച്ച ഒരാശയം പരിഷ്കരിച്ച് മഹാത്മാഗാന്ധി സൃഷ്ടിച്ച സത്യാഗ്രഹം തന്നെയായിരുന്നു. ഇതിൻ്റെ ആവിഷ്കർത്താവ് എന്ന നിലയിൽ ഗാന്ധിജിയുടെ പേര് 100 വർഷം കഴിഞ്ഞാലും നിലനിൽക്കുമെന്ന് CF ആൻഡ്രൂസ് പിന്നീട് ഒരിക്കൽ പറയുകയുണ്ടായി. ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ വിശേഷം അദ്ദേഹത്തിന് നിസ്സാരമായിട്ടുള്ള വസ്തുതകൾ ഇല്ലായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിന് വലുതും ചെറുതുമായ വ്യത്യാസമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സമത്വവാദം അവിടെ വെച്ചാണ് ആരംഭിക്കുന്നത്. വലിയവനും ചെറിയവനുമില്ല, ഉണ്ടെങ്കിൽ ചെറിയവൻ്റെ കൂടെ നിൽക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദർശം. വലിയവൻ്റെ കടമ ചെറിയവനാകുക എന്നതാണ്. മനുഷ്യൻ ആവശ്യത്തിലധികം എന്തു സ്വന്തമാക്കുന്നുവോ അപ്പോൾ അവൻ കള്ളനായി മാറുന്നു എന്ന് ഗീതയിലൊരു വചനമുണ്ട്. ഗീത അദ്ദേഹത്തിൻ്റെ ജീവിത പ്രമാണവുമാണ്.
ഗീത ഈ ലോകത്തിലേക്ക് തന്നെയുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് അദ്ദേഹം കണ്ടത്. ഈ ലോകത്തെ നിങ്ങൾക്ക് അനർഘമാക്കുവാൻ സാധിക്കുമ്പോഴാണ് വേറെ ലോകങ്ങളുണ്ടെങ്കിൽ അവ അനർഘമാകാൻ പോകുന്നത്. ഈ ലോകത്തെ നിഷേധിച്ചുകൊണ്ട് മറ്റൊരു ലോകമില്ല. അങ്ങനെ ഏറ്റവും വലിയ ധിഷണാശാലികൾ വ്യാഖ്യാനിച്ച് ഇവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവിക ഗ്രന്ഥമായി കണക്കാക്കിയ ഗീതയെ ഇവിടുത്തെ ഏറ്റവും മഹത്തായ മാനുഷിക ഗ്രന്ഥമാക്കി എന്നുള്ളതാണ് ഗാന്ധിജി വരുത്തിയ ഗീതാ സമീപനത്തിലെ വ്യത്യാസം. ഇങ്ങനെ പണ്ഡിതനെന്നോ പാമരനെന്നോ ഭേദമില്ലാതെ ചെറുതിൻ്റെയും വലുതിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമില്ലാതാക്കി ഗാന്ധിജി. അദ്ദേഹം പറഞ്ഞു, വലുത് എന്നതിൻ്റെ വലുപ്പം ചെറുതാവുക എന്നതാണ്. അങ്ങനെ അദ്ദേഹം ദൈവത്തെ ചെറിയവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ദാരിദ്ര്യം വരിച്ചവനാണ് ഗാന്ധിജി. ദരിദ്രമായ തൻ്റെ രാജ്യത്തെ ഉയർത്തിയെടുക്കുന്നതിനായി ഉന്നതമായ തൻ്റെ ബാരിസ്റ്റർ പദവിയും മറ്റ് സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് അർദ്ധനഗ്നനായി ജനസേവനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച ഗാന്ധിജി സേവനത്തിൻ്റെ ആൾരൂപമായി മാറുകയായിരുന്നു. നിങ്ങൾ കണ്ട ഏറ്റവും ദരിദ്രനും ദുർബലനുമായ മനുഷ്യൻ്റെ മുഖമോർത്തുകൊണ്ട് നിങ്ങളുടെ നടപടി അവൻ എത്രമാത്രം പ്രയോജനം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കി വേണം നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവുമെന്ന ഗാന്ധിജിയുടെ ഉപദേശം ഇവിടുത്തെ ഭരണാധികാരികളും അവരെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചാലേ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഒരാൾക്ക് സ്വന്തം ആവശ്യത്തിന് തൽക്കാലമുള്ളത് കൂടാതെ പിൽക്കാലത്തേക്ക് സ്വരൂപിച്ചു വയ്ക്കുക എന്നത് സാമൂഹികമായി പറഞ്ഞാൽ മോഷണമാണെന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങൾ അന്നന്ന് പ്രകൃതി നമുക്ക് നൽകുന്നുണ്ട്. അതിൽ നിന്നും മറ്റുള്ളവർക്കായി നൽകേണ്ടുന്നതും കൂടി നമ്മൾ ചിലർ അപഹരിച്ച് ഒളിച്ചു വയ്ക്കുന്നു എന്നാണ് മഹാത്മജി പറയുന്നതിൻ്റെ സാരം. നാം ഒരുമയോടെ പ്രകൃതി വിഭവങ്ങൾ പങ്കുവച്ചാൽ ദരിദ്രർ എന്നൊരു വിഭാഗം, ഒരു വർഗം ഇവിടെ ഉണ്ടാവുകയില്ല. നമുക്ക് ആഹാരാദി ദൈനംദിന ആവശ്യങ്ങളുടെ നിർവഹണത്തിലുള്ള സമത്വം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് തത്വം എന്ന് പറയുന്നത്. ഗാന്ധിജി വെളിച്ചമാണ്. വെളിച്ചത്തിന് വെളിച്ചത്തിൽ സ്ഥാനമില്ല. ഏറ്റവും വലിയ ഇരുട്ടിലാണ് മിന്നാമിനുങ്ങിൻ്റെ പ്രസക്തി. ഇവിടെ ഇരുട്ടിന് മിന്നാമിനുങ്ങിൻ്റെ ഒരു പ്രകാശമുണ്ട്. അതാണ് ഗാന്ധിജി. ഇന്ത്യയെ കണ്ടെത്താൻ എളുപ്പവഴി ഗാന്ധിജിയിൽ കൂടിയാണ്. ഗാന്ധിജി കൊല്ലപ്പെട്ടപ്പോൾ ഗാന്ധിയുടെ ശിഷ്യനും പിൻഗാമിയും നവഭാരത ശില്പിയുമായിട്ടുള്ള നെഹ്റു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം പൊലിഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. സർവത്ര ഇരുട്ടാണ്. ഈ രാജ്യത്ത് തെളിഞ്ഞു നിന്നിരുന്ന ആ പ്രകാശം ഒരു ഭൗമ തേജസ്സായിരുന്നു. അത് നമ്മളിൽ നിന്നും പൊലിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് നെഹ്റു ഈ ലോകത്തോട് പറഞ്ഞത്. ഹിന്ദുമതത്തിലെ ഏറ്റവും ഹീനമായ സമ്പ്രദായമാണ് ജാതി. അതിൻ്റെ ഏറ്റവും അധമമായിട്ടുള്ള സൃഷ്ടിയാണ് അയിത്തം. ഗാന്ധിജി ഈ വ്യവസ്ഥയ്ക്ക് എന്നും എതിരായിരുന്നു. എല്ലാവരും ഒരേ ചൈതന്യത്തിൻ്റെ സൃഷ്ടികളാകയാൽ ആർക്കും മറ്റാരേക്കാളും അശുദ്ധി ജാത്യ ഇല്ലെന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. അശുദ്ധി പുറമേ നിന്ന് വരുന്നതല്ല, മറിച്ച് അവനവൻ്റെ ഉള്ളിലുള്ള വൃത്തികെട്ട വിചാരങ്ങളാണ് ജനങ്ങളെ അശുദ്ധരാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അയിത്തം ആചരിക്കണമെന്ന് കരുതുന്നവരാണ് കൂടുതൽ അശുദ്ധർ. അയിത്തം ജീവിക്കുന്നതിനേക്കാൾ ഹിന്ദുമതം നശിക്കുന്നതാണ് ഭേദമെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു. ജാതി അസഹിഷ്ണുതയുടെ പര്യായമാണെന്നും ദൈവത്തിൻ്റെ മനുഷ്യൻ്റെയും നീതിയുടെ നിഷേധമാണെന്നും ഗാന്ധിജി നിരന്തരം വാദിക്കുകയുണ്ടായി. ഇന്ത്യയുടെ നെറ്റിത്തടത്തിൽ മായാതെ കിടക്കുന്ന കളങ്കമാണെന്നും ഗാന്ധിജി അയിത്തത്തെ പരിഹസിച്ചു. ഈ ചെറിയ മനുഷ്യൻ ഇങ്ങനെ ഇവിടെ ജീവിച്ച് പ്രകാശം ചൊരിഞ്ഞു തുടങ്ങിയപ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന MK ഗാന്ധി മഹാത്മാഗാന്ധിയായി മാറി. കർമ്മചന്ദ്രൻ പെട്ടെന്ന് കർമ്മസൂര്യനായി മാറി. ടാഗോറിനെ പോലെയുള്ള മഹാകവികൾ അദ്ദേഹത്തിൻ്റെ ജയഗാഥകൾ പാടി. ഐൻസ്റ്റീനെ പോലുള്ള പ്രതിഭാധനരായിട്ടുള്ള ശാസ്ത്രജ്ഞർ ഇത്തരത്തിലുള്ളൊരു മനുഷ്യൻ ഈ ലോകത്തിൽ മജ്ജയും മാംസവുമായി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അത്ഭുതപ്പെട്ടു. ബർണാഡ് ഷായെ പോലുള്ളവർ ഏറ്റവും നന്മയുള്ള ആളായി വിലയിരുത്തി. വലിയ ചരിത്രകാരന്മാർ ചരിത്രത്തിൽ ഏറ്റവും അഗാധമായ പരിവർത്തനം വരുത്തിയ ആളെന്ന് വിലയിരുത്തി. കോടിക്കണക്കിനുള്ള നാട്ടുകാർ അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി കണ്ടു. ഹിന്ദുസ്ഥാനി കവികളും സാഹിത്യലോകത്തെ പ്രമുഖരും യുഗപുരുഷനായി അദ്ദേഹത്തെ കണ്ടു. നൂറ്റാണ്ടുകളുടെ മാർഗദർശിയായിട്ട് ഗാന്ധിജിയെ വാഴ്ത്തി. വള്ളത്തോളിനെ പോലുള്ള മലയാളത്തിലെ കവിശ്രേഷ്ഠർ
ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും യേശുദേവനെയും അതുപോലെ തന്നെ ശങ്കരാചാര്യയെയും ബുദ്ധനെയും രന്തിദേവനെയും മുഹമ്മദിനെയും ഒക്കെ ഒരാളിൽ തന്നെ കാണുകയാണ്. അതാണ് മഹാത്മാഗാന്ധിജി. നമസ്തേ ഗദദർശ നമസ്തേ ദുരാദർശ നമസ്തേ സുമഹാത്മൻ നമസ്തേ ജഗദ്ഗുരു. മഹാത്മജിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഞാൻ രാധാകൃഷ്ണൻ മാണിക്കോട്ട്.